പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ ലേബർ റൂമിന് പുറത്ത് സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിപ്പാണ് തരുണും അമ്മയും. വേദ സേതുലക്ഷ്മിയുടെ അരികിൽ വന്നിരിക്കുമ്പോഴേക്കും സേതുലക്ഷ്മി സങ്കടത്തോടെ അവളുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അവിടെ ഹോസ്പിറ്റലിൽ സുധാകരൻ മാഷ് ഐസിയുവിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും എന്തായി അച്ഛ എന്ന് വിശ്വം ചോദിക്കുന്നുണ്ട്. വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് അച്ഛൻ പറയേ, അപ്പോ ബോധവും വെളിവുമൊക്കെ പോയോ എന്ന് നന്ദിനിയും ചോദിക്കുക. എല്ലാവരെയും പല പല സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതുകൊണ്ട് അവസാന കാലത്തൊന്നും മിണ്ടാതെയും കാണാതെയും പറ്റാതായി എന്ന് നന്ദിനി പറയുന്നത് കേൾക്കെ അത് നന്നായി. ബോധം പോകുന്നതിന് മുൻപ് അത്ര കുറച്ചേ അവള് വേദനിച്ചിട്ടുണ്ടാവൂ എന്നവളോടായി പറഞ്ഞ് വിശ്വത്തോടായി വിശ്വ അറിയിക്കേണ്ടവരോടൊക്കെ നീ പറഞ്ഞേക്ക്. അമ്മയ്ക്കിനി അധിക കാലമില്ലെന്ന് മാഷ് പറയുകയാണ്. അല്ല, അപ്പൊ ആദ്യം അറിയിക്കേണ്ടത് വിക്രമിനെ അല്ലേ? അറിയുമ്പോ അവൻ വേദനിക്കുമെന്നുള്ളത് ശരിയാ, പക്ഷേ എന്നായാലും വേദനിക്കേണ്ടതല്ല എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്. നന്ദിനി, ജപ്തി ഒഴിവാക്കാനുള്ള പണം കയ്യിലുണ്ടായിരുന്നിട്ടും അത് തരാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് നീ ഇവന്റെ കയ്യും പിടിച്ചിറങ്ങിയപ്പോ അവളോട് പണമൊന്നും വേണ്ടെന്ന് പറ, അവസാനം വരെ കൂടെ നിന്നാ മാത്രം മതി എന്ന് കരഞ്ഞു പറഞ്ഞ ആളാ അകത്ത് കിടക്കുന്നത്. അവളുടെ ശരീരമേ അനങ്ങാതുള്ളൂ, മനസ്സിനിപ്പോഴും കണ്ണും കാതുമുണ്ട്. അവളൊന്നും അറിയില്ലെന്ന് നീ വിചാരിക്കരുത്. അവസാന ശ്വാസം കഴിഞ്ഞ് മുകളിലോട്ട് പോവാൻ നേരത്ത് അറിഞ്ഞു ശപിക്കാൻ അവൾക്ക് അറിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാവും നീ ഇവിടെ വന്നപ്പോ മുതൽ മുന വെച്ച് സംസാരിക്കുന്നത് അല്ലേ? അത് ശാന്തമായി പോയിക്കോട്ടെ നന്ദിനി, ഈ നേരത്തെങ്കിലും അതിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപേക്ഷിക്കാൻ നോക്ക് എന്ന് താക്കീതോടെ നന്ദിനിയോടായി പറഞ്ഞ് ശ്രീജയോടായി, ശ്രീജെ നിന്റെ മകളെ കൂട്ടിക്കൊണ്ടുവരണം, അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് അവൾ അച്ഛമ്മയെ ഒന്ന് ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി കാണേണ്ടവർക്ക് അകത്തു കയറി കാണാം, ഓരോരുത്തരായി മാത്രം. വിക്രമിനെ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും വിശ്വവും ശ്രീജയും എല്ലാം സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. എല്ലാവരും കരയുന്നത് കാണെ സങ്കടം അഭിനയിച്ച് കരയാൻ തുടങ്ങുകയാണ് നന്ദിനിയും. അവിടെ വേദയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ് അരുണ. തന്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന സേതുലക്ഷ്മിയെ അമ്മ എന്ന് പറഞ്ഞ് വേദ വിളിക്കുന്നു. അരുണ അങ്ങോട്ട് വന്ന് തരുൺ സാർ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കേ, അത് പിന്നെ രാധികമോള് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഹനുമാൻ കോവിലുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയതാ, ചിലപ്പോ വല്ല മിറക്കളും സംഭവിച്ചാലോന്ന് എന്ന് സേതുലക്ഷ്മി പറയേ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വേദയോട് മുറിയിൽ പോയിരിക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നുവെന്ന് അരുണ പറയുന്നു. അതെ മോളെ, നീ മുറിയിൽ പോയിരുന്നു, ഇനി അതൊരു പ്രശ്നമാവണ്ട ചെല്ലെന്ന് സേതുലക്ഷ്മിയും പറയും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് വേദ പറയുന്നുണ്ടെങ്കിലും എന്നാലും മുറിയിൽ പോയിരുന്നോളൂ, എന്തെങ്കിലും ഇല്ലാതെ ഡോക്ടർ അങ്ങനെ പറയില്ലല്ലോ എന്ന് അരുണയും പറയുന്നു. ചെല്ലു മോളെ എന്ന് സേതുലക്ഷ്മി വീണ്ടും നിർബന്ധിക്കെ, ഞാൻ കൊണ്ടാക്കണോ എന്ന് അരുണ ചോദിക്കുക. വേണ്ടെന്ന് പറഞ്ഞ് വേദ എഴുന്നേറ്റ് സേതുലക്ഷ്മിയോട് യാത്ര പറയുകയാ. മോള് പോയിക്കോ, ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, പോയിക്കോ എന്ന് സേതുലക്ഷ്മി അവളെ യാത്രയാക്കുക. അപ്പോഴേക്കും തരുൺ അവിടെ ഹനുമാൻ കോവിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. വേദ തനിയെ തന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് ശ്രീകാന്തിന്റെ ആളുകൾ തന്നെ തിരക്കി അതുവഴി നടന്നു വരുന്നത് അവൾ കാണുന്നത്. അവർ കാണാതെ അവൾ ഒളിഞ്ഞു നിന്ന് അവരെ ശ്രദ്ധിച്ചു നിൽപ്പാം. അപ്പോഴാണ് അവരുടെ അരികിലേക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ വന്ന്, നിങ്ങൾ ആ മാസ്ക് എടുത്തു വെക്ക്, സെക്യൂരിറ്റി എങ്ങാനും കണ്ട എന്റെ പണി പോകുമെന്ന് പറയുന്നത്. അവർ മാസ്ക് വെക്കുമ്പോഴേക്കും അയാൾ വീണ്ടും പറയുന്നുണ്ട്, പറഞ്ഞ പൈസ അക്കൗണ്ടിൽ വീണു, അതുകൊണ്ടാണ് ഞാൻ ഈ നെറികെട്ട പണിക്ക് സമ്മതിച്ചു പോയത്, പറ ശരിക്കും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാ ഡ്രൈവർ ചോദിക്കേ. താൻ ഇവിടത്തെ രജിസ്റ്റർ ഒക്കെ നോക്കിയോ എന്ന് ഒരാൾ ചോദിക്കുന്നു. അതൊക്കെ നോക്കി, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ വേദ വിക്രം എന്ന പേരുള്ള ഒരാൾ ഇവിടെ ഇല്ല എന്നയാൾ പറയുന്നത് മറഞ്ഞു നിൽക്കുകയായിരുന്ന വേദയും കേട്ടുകൊണ്ട് നിൽപ്പ. ആ ഡ്രൈവർ വീണ്ടും അവരോടായി പറയുന്നുണ്ട്, പക്ഷേ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത ഒരാളുടെ പേര് പിന്നീട് തിരുത്തിയിട്ടുണ്ട്, പക്ഷേ മുമ്പ് ഏത് പേരായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല, ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഇനി കിട്ടാനില്ലെന്ന്. അത് കേൾക്കെ അവരിലൊരാളും പറയുന്നുണ്ട്, താൻ പക്ഷേ മറ്റൊരു കാര്യം കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് മൊബൈലിൽ വേദയുടെ ഫോട്ടോ കാണിച്ച്, ഇതാണ് വേദ വിക്രം, ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോന്ന് അറിയണം എന്ന് പറയേ ആ ഡ്രൈവറും പറയുന്നുണ്ട്, അതൊന്നും അത്ര എളുപ്പമല്ല, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡോക്ടറെയോ നഴ്സിനെയോ അല്ലാതെ മറ്റാരെയും കടത്താറില്ല, പുറത്തുനിന്നുള്ള ഒരു ആംബുലൻസ് ഡ്രൈവറെ അകത്തേക്ക് അവർ കയറ്റില്ല. എന്നാൽ ഡ്രൈവർ പറയെ, എങ്ങനെയെങ്കിലും ചെയ്താലേ പറ്റൂ എന്നവരും. സാർ, ഞാൻ പരമാവധി ശ്രമിക്കാമെന്നേ പറയാൻ പറ്റൂ, ഇതെങ്ങാനും പുറത്തറിഞ്ഞാ പിന്നെ അകത്ത് കിടക്കേണ്ടി വരും എന്നയാൾ പറയെ, താൻ ശ്രമിക്കേ, പുറത്തറിയാതെ ഞങ്ങൾ നോക്കിക്കോളാം, എന്നാ ശരി താൻ ചെല്ലെന്ന് പറഞ്ഞ് അവരാ ഡ്രൈവറെ പറഞ്ഞു വിടും. ആ ഡ്രൈവർ പോയി കഴിയുമ്പോഴേക്കും അവരിലൊരാൾ മൊബൈലെടുത്ത് ശ്രീകാന്തിനെ വിളിച്ച് വേദ മറഞ്ഞു നിൽക്കുന്ന അവിടേക്ക് കോൾ ചെയ്ത് വന്ന്, ഹലോ ശ്രീകാന്ത് സാർ, ആളുള്ള സ്ഥലം ഏതാണെന്ന് പിടികിട്ടി, 1-2 ദിവസത്തിനകം കാര്യങ്ങൾക്കൊരു തീരുമാനമാവും. ശരി എന്ന് പറഞ്ഞ് കോൾ വെച്ച് കൂടെയുള്ളവരെയും വിളിച്ച് അവിടുന്ന് പോവുക. അവർ പോയത് കണ്ട് പരിഭ്രമത്തോടെ നിൽക്കുകയായിരുന്ന വേദയും ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവയ്ക്കുമ്പോഴാണ് വേദന വന്നവൾ തറയിലേക്ക് വീഴാനായി പോകുന്നത്. ക്യാ ഹുവ എന്ന് ചോദിച്ച് ഒരു നഴ്സ് ഓടിയെത്തി അവളെ പിടിച്ച് ഒരു കസേലയിലേക്ക് ഇരുത്തി അറ്റൻഡറെ വിളിക്കുകയാണ്. അറ്റൻഡർ എത്തി ഒരു വീൽ ചെയറിലിരുത്തി വേദയെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ ലേബർ റൂമിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയാണ് രാധിക.
സേതുലക്ഷ്മിയും അരികിൽ തന്നെയുണ്ട്. അപ്പോഴാണ് ഡോക്ടർ അവരോടായി മാഡം അങ്ങോട്ട് മാറി നിന്നോളൂ എന്ന് പറയുന്നത്. ഡോക്ടർ, എന്റെ മോൾ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെയാ ഡോക്ടർ എന്ന് അവരും പറയുന്നു. അവളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായി ഡോക്ടർ നഴ്സുമാർക്ക് നിർദ്ദേശം നൽകുമ്പോഴേക്കും വേദയുടെ കൂടെ വന്ന നഴ്സ് അങ്ങോട്ട് ഓടിയെത്തി. വേദന വന്ന് വരാന്തയിൽ വീണുകിടുന്ന വേദയെ അങ്ങോട്ട് എത്തിച്ച കാര്യം പറയുന്നുണ്ട്. അയ്യോ, അത് വേദയല്ലേ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അങ്ങോട്ട് ഓടുകയാണ്. അപ്പോഴേക്കും നഴ്സുമാരെല്ലാവരും കൂടി രാധികയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. സേതുലക്ഷ്മി വേദയുടെ അരികിലേക്ക് വന്ന് മോളെ രാധികയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അമ്മയൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, നീ ഒന്നുകൊണ്ടും വിഷമിക്ക, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ വേദന കൊണ്ട് പുളയുന്ന വേദയെ ആശ്വസിപ്പിച്ച് സേതുലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. വേദയെ അപ്പോഴേക്കും ഡോക്ടറും നഴ്സും കൂടി ബെഡിലേക്ക് കിടത്തുകയാണ്. തിയേറ്ററിൽ കയറ്റിയ രാധിക ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുമ്പോഴേക്കും ഡോക്ടർ അവൾക്ക് CPR നൽകുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് അവളുടെ ശ്വാസം നിലയ്ക്കുകയാണ്. അരികിൽ തന്നെ നിൽക്കുകയായിരുന്ന സേതുലക്ഷ്മിയും ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽപ്പാ. ഒരു നഴ്സ് വന്ന് രാധികയുടെ മുഖത്തുകൂടി പുതപ്പ് വലിച്ചിടുമ്പോഴേക്കും രണ്ടുപേരും എന്ന് സങ്കടത്തോടെ സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവർ പറയേ സേതുലക്ഷ്മി രാധികയുടെ മുഖത്തെ പുതപ്പ് മാറ്റി സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. വേദന കൊണ്ട് പുളയുന്നതിനിടയിലും വേദ ചോദിക്കുന്നുണ്ട്, സിസ്റ്ററെ അവർക്ക് എന്താ പറ്റിയെന്ന്. അരുണ അങ്ങോട്ട് വരുമ്പോഴേക്കും വേദ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ രാധിക്ക് പറ്റിയെന്ന്. വേദ ഇരിക്കെന്ന് പറഞ്ഞ് അവളെ ബെഡിലേക്ക് ഇരുത്തുകയാ അരുണയും. എന്താ എന്ന് പരിഭ്രമത്തോടെ വേദ ചോദിക്കേ അവര് പോയി എന്ന് അരുണ പറയുന്നുണ്ട്. ആ വാർത്ത കേൾക്കെ ഒരു നിമിഷം ഞെട്ടലോടെ ഇരുന്ന വേദയും പൊട്ടിക്കരയുകയാണ്. അവിടെ ജയിലിൽ വിക്രം തുണിയിലക്കുകയായിരുന്നു. അപ്പോഴാണ് ആൻഡ്രൂ സാർ അങ്ങോട്ട് വന്ന് വിക്രത്തെ വിളിക്കുന്നത്. വിക്രം അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അതെ, ഇന്ന് ടൗണിൽ ഒരു ആവശ്യമുണ്ട്, പറ്റുകയാണെങ്കിൽ ജില്ലാ ജഡ്ജി ശങ്കരനാരായണനെ കാണാൻ ശ്രമിക്കും, വീട്ടിലെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാലോ എന്ന് സാർ പറയുന്നത് കേൾക്കെ വലിയ സന്തോഷം സാർ എന്ന് വിക്രവും സന്തോഷത്തോടെ പറയുക. അവനോട് യാത്ര പറഞ്ഞ് സാർ അവിടുന്ന് പോകുമ്പോഴേക്കും അലക്കിയ തുണി വിരിച്ചിട്ട് വിക്രം അവിടെ തന്നെ ഇരിക്കുക. അപ്പോഴാണ് ശ്രീകാന്ത് ഏൽപ്പിച്ച ആ ഗുണ്ട വാർഡനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് പോവാനായി പറഞ്ഞ് വിക്രത്തിന്റെ അരികിലേക്ക് വന്ന്, നിനക്കെന്താടാ ജയിലർ സാറുമായി ഒരു പ്രത്യേക ബന്ധം, ഞങ്ങളോട് ആരോടും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വേറൊരുത്തനും ചോദിക്കുക. ഉത്തരം പറയടാ എന്ന് വേറൊരുത്തൻ. അവന്റെ നോട്ടം കണ്ടില്ലേ, എന്താണ് നിനക്കൊരു ബലം എന്നൊരുത്തൻ ചോദിക്കേ, നീ എന്താ മിണ്ടില്ലേ എന്ന് വേറൊരുവൻ. അത് കേൾക്കെ വിക്രം ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഒരുത്തനെ ആഞ്ഞു ചവിട്ടുകയാ. നിലത്ത് കുനിഞ്ഞിരിക്കായിരുന്ന വിക്രത്തെ ബാക്കി രണ്ടുപേരും കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കുകയാ. വിക്രം കാലുകൊണ്ട് അവരെയും ചവിട്ടി തെറിപ്പിക്കുക. വീണ്ടും അടികൂടാൻ വരുന്നവരെയെല്ലാം അവൻ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. വീണ്ടും അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് വിക്രം പോവാൻ തുടങ്ങുമ്പോഴാണ് ഒരുത്തൻ ഓടി വന്ന് ഇഷ്ടിക കൊണ്ട് അവന്റെ മുഖത്തിട്ടിടിക്കുന്നു. വേറൊരുത്തൻ വടികൊണ്ട് വിക്രത്തെ അടിച്ചു വീഴ്ത്തുകയാ. വേറൊരുവൻ ആഞ്ഞു ചവിട്ടുമ്പോഴേക്കും വിക്രം നിലത്തേക്ക് കമിഴ്ന്നടിച്ചു വീഴുകയാ. വേദയുടെ ബെഡിൽ വേദന കൊണ്ട് പുളയുമ്പോഴാണ് സേതുലക്ഷ്മി അവളുടെ അരികിലേക്ക് വരുന്നത്. അവരെ കണ്ട് അമ്മ എന്ന് വിളിച്ച് വേദ കരയുമ്പോഴേക്കും സേതുലക്ഷ്മിയും അവളുടെ കൈ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാ. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല മോളെ, തരുണിനോട് ഞാനിത് എങ്ങനെ പറയും എന്നവർ പറയുന്നത് കേൾക്കെ അങ്ങോട്ടെത്തിയ ഡോക്ടറും മാഡം ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് ഓർമ്മിപ്പിക്കുക. സേതുലക്ഷ്മിയും എനിക്ക് മനസ്സിലായി ഡോക്ടറെ, എന്റെ സങ്കടം പറയാൻ ആരും ഇല്ലാതായി പോയോണ്ടാ എന്ന് പറയുമ്പോഴേക്കും അരുണ അങ്ങോട്ട് വന്ന് മാഡം വരൂ നമുക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് വിളിക്കും. അത് കേൾക്കെ അവരും എഴുന്നേറ്റ് അരുണയുടെ കൂടെ പുറത്തേക്ക് പോവുകയും അവിടെ ഹോസ്പിറ്റലിലായിരുന്ന മാഷിന്റെ ഫോണിലേക്ക് ശങ്കരനാരായണൻ സാറിന്റെ കോൾ എത്തുകയാ. മാഷ് കോൾ എടുക്കുമ്പോഴേക്കും മാഷേ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക എന്ന് കാറോടിച്ച് വരികയായിരുന്ന സാറും പറയുന്നുണ്ട്. സാറിന് ജയിലറെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ എന്ന് മാഷി ചോദിക്കേ ജയിലറെ വിളിച്ചിട്ട് കിട്ടിയില്ല, പുറത്തു പോയിന്ന് പറഞ്ഞു, മൊബൈൽ ഫോൺ ഓഫാണ് താനും എന്ന് സാർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ എത്തിക്കണം സാറേ, ആ മിടിപ്പ് നിൽക്കുന്നതിന് മുമ്പെങ്കിലും അവൻ അവളെ ഒന്ന് കണ്ടോട്ടെ എന്ന് മാഷി പറയേ മാഷൊന്ന് പേടിക്കാതിരിക്കെ, വിക്രത്തെ കൊണ്ടുവരാനുള്ള എല്ലാ പ്രൊസീഡിങ്സും നമുക്ക് ചെയ്യാം, ആദ്യം ആ ആൻഡ്രൂസിനെ ഒന്ന് കിട്ടിക്കോട്ടെ, അതാവുമ്പോ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാമെന്ന് സാർ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ മാഷും കോൾ വെക്കുകയാണ്. അവിടെ ഐസുവിന് പുറത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴും വിനായകനും നന്ദിനിയും വിശ്വവും. നന്ദിനി വിനായകനോടായി പറയുന്നുണ്ട്, വലിയ കാര്യത്തിൽ നിങ്ങളുടെ അച്ഛൻ എന്റെ നാവിനെ പറ്റി പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങളുടെ അമ്മ മരിക്കാൻ പോവാണെന്ന് ആളുകളെ വിളിച്ച് അറിയിക്കാനായിട്ട് നിങ്ങളുടെ ചേട്ടനോടല്ലേ പറഞ്ഞു. അതാ പറഞ്ഞത്, അച്ഛൻ നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടേ ഇല്ല, വീട്ടിലെ ഗുണ്ടയ്ക്കും കുഴിമടിയനും എന്നും ഫുൾ മാർക്ക്, എന്തെങ്കിലും ചെയ്ത് എപ്പോഴെങ്കിലും 4 കാശ് കൊണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് ആനമുണ്ട് എന്നവൾ ദേഷ്യത്തോടെ പറയേ, നിനക്കിപ്പോ എന്താ വേണ്ടത്, ഞാൻ ആളുകളെ വിളിച്ചറിയിക്കണോ
എന്ന് ആദ്യം നിന്റെ വീട്ടുകാരെ തന്നെ എന്ന് വിനായകനും പറയുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, അവരെങ്ങാനും വന്ന് കണ്ടതിനു ശേഷമാണ് ജീവൻ പോകുന്നതെങ്കിലേ ഇനി ആ കുത്തുവാക്ക് കൂടി ഞാൻ കേൾക്കണം. എല്ലാം കഴിയുമ്പോ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് നന്ദിനി പറയുമ്പോഴേക്കും ഐസിയുവിൽ നിന്ന് കമലമ്മയെ കണ്ട് ശ്രീജ കണ്ണുനീരോടെ പുറത്തോട്ടിറങ്ങുകയായിരുന്നു. കരച്ചിലോടെ ശ്രീജ വിശ്വത്തിന്റെ അരികിലേക്ക് ചെന്ന് വിശ്വേട്ട എന്ന് സങ്കടത്തോടെ വിളിക്കുന്നു. അത് കണ്ട് നന്ദിനിയും വിനായകനോടായി ശരിക്കും സങ്കടം വന്നിട്ടൊന്നുമല്ല, സ്നേഹമുള്ള മരുമകളാണെന്ന് ആളുകളെ കാണിക്കണ്ടേ. ഇനി ഞാനായിട്ട് ആ ചടങ്ങ് കഴിച്ചില്ലെന്ന് വേണ്ട, പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദിനി പോവാൻ തുടങ്ങുമ്പോഴേക്കും അത്രയ്ക്ക് വേണോ എന്ന് വിനായകനും ചോദിക്കുക. പേടിക്കണ്ട, നിങ്ങളുടെ അമ്മയുടെ ജീവൻ പോകാൻ ഞാൻ കാരണമാവില്ല എന്ന് പറഞ്ഞവൾ ഐസിയുവിനകത്തേക്ക് കയറി പോവുക. സങ്കടത്തോടെ കരയുന്ന ശ്രീജയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക വിശ്വവും. നന്ദിനി കമലമ്മയുടെ അരികിലേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് ഈ കിടപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ പറയുക. ഈശ്വര, ഗുരുവായൂരപ്പ, ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റായേ ഇവിടെയുള്ളവര് കണക്കാക്കുകയുള്ളൂ. പക്ഷേ ഇപ്പറയുന്നത് മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്ന സ്ത്രീയാണ്. മരിക്കുന്ന സമയത്ത് അതിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. പൊതുവെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ തലയിൽ ഭീമമായ ഒരു ആശുപത്രി ബില്ല് കൂടി കെട്ടിവെക്കരുതേ ഭഗവാനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് അമ്മയോടായി എല്ലാം മംഗളമായി അവസാനിക്കും അമ്മേ, നിത്യശാന്തി ഉണ്ടാവട്ടെ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ കൈകൂപ്പി നന്ദിനി അവിടുന്ന് പോകുമ്പോഴേക്കും കമലാമ്മ വീണ്ടും കിടന്ന് പിടയ്ക്കാൻ തുടങ്ങുകയും അത് കണ്ട് നഴ്സും അങ്ങോട്ട് ഓടി വന്ന് നോക്കി. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് ഹലോ ഡോക്ടർ, പേഷ്യന്റിന് കുറച്ച് സീരിയസ് ആണ്, ഒന്ന് ഓടി വരുമെന്ന് പറയുന്നു. അവിടെ ഐസിയുവിന് കുറച്ചപ്പുറത്ത് മാറിയിരിക്കുകയായിരുന്ന മാഷിന്റെ അരികിലേക്ക് ആൻഡ്രൂ സാർ എത്തുകയാ. മാഷേ, ഞാനൊരു കാര്യത്തിനായി ടൗണിലേക്ക് വന്നതാ. തിരക്കായിരുന്നതിനാൽ ഫോൺ സൈലന്റ് ആയിരുന്നു. നോക്കിയപ്പോ ജഡ്ജി സാറിന്റെ കുറെ കോളുകൾ. തിരിച്ചു വിളിച്ചപ്പോഴാ വിക്രമിന്റെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു. സത്യത്തിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഇരിക്കുകയായിരുന്നു. 2 ദിവസമായി വിക്രം അമ്മയെ പറ്റി തന്നെയാ സംസാരിക്കുന്നത്. വീട്ടിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാ ഞാൻ പോകുന്നത് എന്ന് സാറ് പറയേ അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം സാർ എന്ന് മാഷും പറയുന്നു. ചെയ്യാം, ജഡ്ജി സാറും പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യാം. ഇന്നിപ്പോ ഈ നേരമായി പേപ്പേഴ്സ് ഒക്കെ എത്തിച്ചു വരാൻ സമയമെടുക്കും. നാളെ എന്തായാലും വിക്രമിനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും, പോരെ എന്ന് സാർ ചോദിക്കേ മതി സാറേ എന്ന് മാഷും പറയുകയാ. അപ്പോഴേക്കും ഒരു ഡോക്ടറും നഴ്സും ഐസിയുവിലേക്ക് ഓടിയെത്തുകയാ. അവരുടെ വെപ്രാളത്തോടുള്ള ആ പിടച്ചിൽ കണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കാനായി നഴ്സിനോട് പറയുന്നുണ്ട് ഡോക്ടർ. നഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നൊരു ദീർഘനിശ്വാസത്തോടെ കമലാമ്മയുടെ ശ്വാസവും നിലയ്ക്കുകയും ആൻഡ്രൂ സാറും മാഷും അപ്പോഴേക്കും ഐസിയുവിന് അരികിലേക്ക് എത്തുന്നുണ്ട്. ഡോക്ടർ ഐസിയുവിൽ ഇറങ്ങി വരുമ്പോഴേക്കും മാഷും ആകാംക്ഷയോടെ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. സോറി, പെട്ടെന്ന് ഫിക്സ് വന്നു, ഒപ്പം കാർഡിയാക് അറസ്റ്റും. മൈ കണ്ടോൾസൻസ് എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ ശ്രീജ പൊട്ടിക്കരയുകയും വിശ്വവും സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന നന്ദിനിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ശ്രീജ പിന്നീട് ചേറിലേക്കിരുന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും വിശ്വം വിനായകനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ച് നന്ദിനിയും പൊട്ടിക്കരയാൻ തുടങ്ങുകയും മാഷ് അപ്പോഴും ഒരു മരവിപ്പോടെ നിൽക്കുകയായിരുന്നു. മാഷേ എന്ന് ആൻഡ്രൂ സാർ തോളത്ത് കൈവച്ച് വിളിക്കുമ്പോഴാണ് ആ മരവിപ്പിൽ നിന്നുണർന്ന് മാഷും തിരിഞ്ഞു നോക്കി. ഇനിയിപ്പോ അധികം പാടില്ലാതെ അവനിങ്ങ് പോരാം അല്ലേ സാറേ? അമ്മയുടെ സംസ്കാരത്തിന് വന്നു പോകാൻ പെട്ടെന്ന് അനുമതി കിട്ടും അല്ലേ സാർ എന്ന് ചോദിച്ച് സങ്കടത്തോടെ കരയുന്ന മക്കളെയും മരുമക്കളെയും ഒരു നിമിഷം നോക്കി മാഷ് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. സങ്കടത്തോടെ അദ്ദേഹം നടന്നു നീങ്ങി അവിടെയുള്ളൊരു ചെയറിലിരിക്കുമ്പോഴേക്കും വിശ്വവും കരച്ചിലോടെ അച്ഛന്റെ അരികിൽ വന്നിരിക്കുക. കൂടെ വിനായകനുമുണ്ട്. മാഷ് പറയുന്നുണ്ട് അവളെ ഇവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം. അധിക നേരം അവളെ ഇവിടെ കിടത്തരുത്. അതിനുള്ള ഏർപ്പാട് ചെയ്യ്. ബാഗിലെ പണം എടുത്തു വെച്ചിട്ടുണ്ട് എന്നച്ചൻ പറയുന്നവൾക്ക് വിനായകനും സങ്കടം സഹിക്കാനാവാതെ വിശ്വത്തിന്റെ അരികിലേക്കിരുന്ന് പൊട്ടിക്കരയുക. അവിടെ ലേബർ റൂമിൽ വേദന കൊണ്ട് പുളയുന്ന വേദയും അരുണയോടായി സിസ്റ്റർ അമ്മയൊന്ന് വിളിക്കൂ, സേതു അമ്മയെ എന്ന് പറയേ അരുൺ അവരെ വിളിക്കാനായി പോവുകയാ. അരുണ പുറത്തിരിക്കുകയായിരുന്ന സേതുലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്ന് മാഡം വേദ വിളിക്കുന്നു, അവൾ പ്രസവിക്കാറായി, അങ്ങോട്ട് ചെല്ലാൻ വേദ പറഞ്ഞു എന്ന് പറയേ സേതുലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റ് ലേബർ റൂമിലേക്ക് ചെല്ലുകയാണ്. വേദന കൊണ്ട് പുളയുന്ന വേദയെ അവർ ആശ്വസിപ്പിക്കുക. മോളെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും വേദ പുഷ് എന്ന് ഡോക്ടറും വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ വേദന സഹിച്ചവളൊരു കുഞ്ഞിന് ജന്മം നൽകുക. അരുണ എപ്പോഴേക്കും സേതുലക്ഷ്മിയോട് പുറത്തിരിക്കാനായി പറയുന്നുണ്ട്. അടിയേറ്റ് കമിഴ്ന്നു കിടക്കുകയായിരുന്ന വിക്രത്തിനും മലർന്നു കിടക്കുമ്പോഴേക്കും ഒരു കുഞ്ഞിക്കൈ വന്ന് തന്റെ നെറ്റിയിൽ തലോടുന്നത് പോലെ തോന്നുകയാ. അപ്പോഴാണ് രാഘവേട്ടൻ അങ്ങോട്ട് ഓടിയെത്തി എടാ വിക്രം എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നത്. ഒന്ന് നോക്കി നിൽക്കാതെ വന്ന് പിടിക്കട എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി വന്ന് വിക്രത്തെ പിടിച്ച് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. ആരും കണ്ടില്ലായിരുന്നോ ആരായി പണി ചെയ്തതെന്നൊക്കെ രാഘവേട്ടൻ ചോദിക്കുന്നുണ്ട്. ലേബർ റൂമിന് പുറത്തിരിക്കുകയായിരുന്ന സേതുലക്ഷ്മിയുടെ അരികിലേക്ക് വേദയുടെ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അരുണ കൊണ്ടുവന്ന് കൊടുക്കുകയാ. അവർ സങ്കടത്തോടെ വിതുമ്പി ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി വേദയുടെ അരികിലേക്ക് ചെല്ലുകയാ. മയക്കത്തിലായിരുന്ന വേദയുടെ അരികിലേക്ക് ചെന്ന് മോളെ എന്ന് വിളിച്ച് ആ കുഞ്ഞിനെ വേദയുടെ അരികിലേക്ക് കിടത്തുകയാ. വേദയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് സേതുലക്ഷ്മി മാറി നിൽക്കുമ്പോഴേക്കും വേദയും
അന്ന് ശ്രീകാന്ത് തന്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. നിങ്ങളുടെ മകൾക്ക് പിന്നാലെ എന്റെ ആളുകളുണ്ട്. ഇന്നലെ എന്റെ കയ്യിൽ പെടേണ്ടതായിരുന്നു, രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ ഇനി അധികം നാളുകളില്ല. പകൽ വെളിച്ചത്തിൽ അവൾ എവിടെ കണ്ടാലും അവൾ തീർന്നിരിക്കും. ഇത്രയും കാലം ഞാൻ നോക്കി നടത്തിയത് എന്റെ സ്ഥാപനങ്ങളാണ്. ഏതോ തെണ്ടിക്ക് നിങ്ങളുടെ മകളിൽ ഉണ്ടാവാൻ പോകുന്ന മക്കൾ അവകാശികളാകാൻ ഞാൻ സമ്മതിക്കില്ല എന്നവൻ വെല്ലുവിളിയോടെ പറഞ്ഞതോ ശ്രീകാന്തിന്റെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിയ കാര്യങ്ങൾ ഈ പ്രസവത്തോടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നേക്കാൾ നന്നായി സ്നേഹിക്കണം തരുണേട്ടാ എന്ന് രാധിക കരഞ്ഞു പറഞ്ഞതുമെല്ലാം ഓർക്കെ യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങിയ സേതുലക്ഷ്മിയെ അവൾ പിടിച്ചു നിർത്തി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം, അതിന് എന്നെ സഹായിക്കണമെന്ന്. താഴെ റിസപ്ഷനിലിരിക്കുന്ന ശ്രീകാന്തിന്റെ ആളുകളുടെ അടുത്തേക്ക് ആ ആംബുലൻസ് ഡ്രൈവർ എത്തുകയാ. എന്തായി എന്ന് അവർ ചോദിക്കെ, നിങ്ങൾ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആളെ ഇവിടെ പലരും കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് നിങ്ങൾ പറഞ്ഞതല്ല എന്ന് പറയേ ആളിപ്പോ എവിടെയുണ്ടെന്ന് അവരും ചോദിക്കുക. ലേബർ റൂമില്. അതുകൾക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുമെന്ന് അവരും ചോദിക്കുക. ഇയാൾ ഇതെന്താ പറയുന്നത്? അതൊന്നും പറ്റില്ല. ഇവിടെ ഞങ്ങൾ കുറച്ച് മലയാളികളാ ജോലിക്കായുള്ളത്. അഡ്മിറ്റ് ആയ ഒരു മലയാളി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം അന്വേഷിക്കുന്നത് ഞങ്ങൾക്കിടയില്ല എന്നയാൾ പറയുമ്പോഴേക്കും തരുൺ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവിടെ സേതുലക്ഷ്മിയും വേദയോടായി ചോദിക്കുന്നുണ്ട്, മോൾ എന്തായി പറയുന്നത്? ഈ കുഞ്ഞ് തരുണിന്റെ കുഞ്ഞാണെന്ന് ഞാൻ അവനോട് എങ്ങനെ പറയും? വേദയും സങ്കടത്തോടെ പറയുക, എന്നെയും എന്റെ കുഞ്ഞിനെയും കാത്ത് ഈ ആശുപത്രിയിൽ നിറയെ ആളുകളുണ്ട്. ഇവിടുള്ള ചില ജീവനക്കാരെ സഹായിക്കാനും അവരുടെ കയ്യിൽപ്പെട്ടാൽ ഇവള് പിന്നെ ജീവിക്കില്ല. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇവളെ സുരക്ഷിതമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏൽപ്പിക്കണം. അതിനമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് വേദ കണ്ണീരോടെ പറയേ. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ തരുണിനോട് ഇതെങ്ങനെ പോയി പറയും? രാധികയുടെ കാര്യം തന്നെ അവൻ ഇതുവരെ പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല എന്നു സേതുലക്ഷ്മിയും പറയുന്നുണ്ട്. അറിയാം, കുഞ്ഞെങ്കിലും ജീവനോടെ ഉണ്ടെന്നറിയുമ്പോ ഒരു സമാധാനമാവില്ലേ എന്ന് വേദയും പറയുക. പക്ഷേ മോളെ, പിന്നീട് അത് അങ്ങനെയല്ലെന്ന് അവൻ അറിയുമ്പോ അവന്റെ അവസ്ഥ എന്ന് സേതുലക്ഷ്മിയും കണ്ണീരോടെ ചോദിക്കുക. അപ്പോ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാം. ഇപ്പോ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അമ്മ സഹായിക്കണം പ്ലീസ് എന്നവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്ന, മാഡം, രാധികയുടെ ബോഡി പുറത്തേക്ക് എടുക്കണമെന്ന് പറയുകയാ. അത് കേട്ട് സേതുലക്ഷ്മിയും പെട്ടെന്ന് വേദയുടെ കുഞ്ഞിനെ എടുത്ത് വേദയോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വേദയും അവരെ യാത്രയാക്കുക. അപ്പോഴും രാധിക മരിച്ചുപോയതറിയാതെ ലേബർ റൂമിന് പുറത്ത് വന്നിരിക്കുക തരുൺ. ആ സമയത്താണ് ഡോക്ടറും നഴ്സും രാധികയുടെ ഡെഡ് ബോഡിയുമായി പുറത്തോട്ടിറങ്ങി വരുന്നത്. സ്ട്രെച്ചറിലുള്ളയാളെ ശ്രദ്ധിക്കാതെ തരുൺ പെട്ടെന്ന് എഴുന്നേറ്റ് ഡോക്ടറുടെ അരികിലേക്ക് ചെന്ന്, എന്തായി ഡോക്ടറെ, ഡെലിവറി കഴിഞ്ഞു എന്ന് ചോദിക്കുക. അവർ മറുപടിയൊന്നും പറയാതെ ടെൻഷനോടെ മൂടി പുതച്ചിരിക്കുന്ന ഡെഡ് ബോഡിയിലേക്കും അരുണയുടെ മുഖത്തേക്കും ഒന്ന് നോക്കുക. അത് കണ്ട അരുണ പെട്ടെന്ന് രാധികയുടെ മുഖത്തെ തുണി മാറ്റുക. ജീവനറ്റ് കിടക്കുന്ന രാധികയെ കണ്ട്, മോളെ രാധികെ, രാധികെ മോളെ കണ്ണു തുറക്ക് എന്നൊക്കെ പറഞ്ഞവൻ സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴാണ് സേതുലക്ഷ്മി വേദയുടെ കുഞ്ഞിനെയും കൊണ്ട് ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അമ്മേ രാധിക എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ കരയുകയാണ്. സെല്ലിലിരിക്കുകയായിരുന്ന വിക്രത്തിന്റെ അരികിലേക്ക് ആൻഡ്രൂ സാർ എത്തുകയാണ്. വിക്രം എഴുന്നേറ്റ് സെല്ലിനരികിലേക്ക് വരുമ്പോഴേക്കും ആൻഡ്രൂ സാർ പറയുന്നുണ്ട്, ഇത്തവണ ഉറപ്പായി നാട്ടിലേക്ക് പോവാം, ആർക്കും തടയാൻ പറ്റില്ല, നിയമം അത് അനുവദിക്കുന്നുണ്ടെന്ന് എന്ന് സാർ പറയുന്നത് കേൾക്കെ വിക്രം സന്തോഷത്തോടെ നിൽപ്പാ. പേപ്പേഴ്സ് എല്ലാം ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്, രാവിലെയാ ചടങ്ങുകൾ എന്ന് സാർ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ, എന്ത് ചടങ്ങ് എന്ന് വിക്രവും ചോദിക്കുക. വിക്രം, അമ്മ, വിക്രമിന്റെ അമ്മ ഇനിയില്ല എന്ന് സാർ പറയുന്നതിൽക്ക് എന്താ സാർ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട്. പോകാൻ ഇറങ്ങിക്കോളൂ, നീ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തണമെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് സാർ അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും ആശോക്ക് താങ്ങാനാവാതെ വിക്രവും കരഞ്ഞു തളർന്നിരിപ്പാ. അവിടെ കരഞ്ഞു തളർന്നിരിക്കുന്ന തരുണിനോടായി സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോനെ, ഇത് നിന്റെ കുഞ്ഞ, രാധിക മോള് നമുക്ക് തന്നിട്ട് പോയത് എന്ന് പറഞ്ഞവന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവൻ സങ്കടത്തോടെ കരഞ്ഞ് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക. അവൻ ആ കുഞ്ഞിനെയും എടുത്ത് രാധികയുടെ അരികിലേക്ക് ചെന്ന്, രാധിക ദേ നോക്ക് നമ്മുടെ മോള് എന്ന് പറയുന്നതുകൾക്ക് സേതുലക്ഷ്മിയുടെ അരികിലേക്ക് ചെല്ലുന്ന അരുണയോടായി, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി കരയുകയോ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയോ അരുണയും. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കളഞ്ഞല്ലോ മോളെ എന്ന് ചോദിച്ച് തരുൺ രാധികയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് അവളുടെ അരികിലേക്ക് ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ആ കാഴ്ച കണ്ട് ഡോക്ടറും കുഞ്ഞിനെ അകത്ത് കിടത്തിക്കോളൂ സാർ, ബാക്കി കാര്യങ്ങളെല്ലാം നോക്ക് സാർ എന്ന് പറയുന്നുണ്ട്. വേണ്ട, അവളെ യാത്ര അയക്കുമ്പോൾ ഇവളും ഉണ്ടായിരിക്കണം എന്റെ കൂടെ. എന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഉണ്ടായിരുന്നു, അതുപോലെ ഇവളുടെ അമ്മയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കട്ടെ എന്ന് തരുൺ പറയുന്നത് കേൾക്കെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റിക്കൊള്ളൂ എന്ന് ഡോക്ടർ അറ്റൻഡർക്കും നഴ്സിനും നിർദ്ദേശം നൽകുകയാണ്. രാധികയുടെ ബോഡിയുമായി അവർ പോകുമ്പോഴേക്കും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തരുണും അമ്മയും പിന്നാലെ ചെല്ലുന്നു. അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ കമലാമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്ന് പൊട്ടിക്കരയുക ശ്രീജയും മോളും നന്ദിനിയുമല്ല. ആ സമയത്താണ് വിക്രത്തെയും കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ടെത്തുന്നത്.